Good morning, students. Today we are going to discuss the topic Traverse Survey. കഴിഞ്ഞ സെമസ്റ്ററിൽ നിങ്ങൾ സർവേ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ചെയിനിങ്, കോമ്പസ് സർവേ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും there are mainly two methods of doing survey, triangulation survey and traverse survey. അവിടെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ട്രയാങ്കുലേഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവും. ഈ ട്രയാങ്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പ്ലോട്ട്, നമ്മൾ ഒരു പ്ലോട്ടിന്റെ ബൗണ്ടറി സർവേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ട്രയാങ്കുലേഷനിൽ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ഈ പ്ലോട്ടിനെ നമ്മൾ കുറേ ട്രയാങ്കിൾസ് ആക്കി കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഈ ട്രയാങ്കിൾസിന്റെ ഒക്കെ സൈഡ് മെഷർ ചെയ്യും. ആ മെഷർമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്ലോട്ട് നമ്മുടെ A2 ഷീറ്റിലേക്ക് ഓഫീസിൽ വന്നിട്ട് വരച്ചെടുക്കുന്നത്. അതാണ് ട്രയാങ്കുലേഷൻ സർവേ. അത് നിങ്ങൾ അവിടെ S3 സർവേയിൽ പഠിച്ചിട്ടുണ്ടാവും. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ട്രാവേഴ്സ് സർവേ. ട്രാവേഴ്സ് സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്രെയിം വർക്ക്, ഈ നമ്മുടെ പ്ലോട്ടിന്റെ ഫ്രെയിം വർക്ക് is formed by a series of connected lines. നമ്മളിവിടെ ട്രയാങ്കിൾസ് ഫോം ചെയ്യുന്നില്ല. We are doing the survey by making a formwork or making a framework of connected series lines. Okay. അപ്പോൾ അതായത് നമുക്കൊരു പ്ലോട്ട് ഉണ്ട്, ABCD എന്ന് പറയുന്നൊരു പ്ലോട്ട് ഉണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ലൈൻസും ABCDE എന്ന് പറയുന്നൊരു പ്ലോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ലൈൻസും ആ ലൈനിന്റെ ഒക്കെ ആംഗിൾസും ആണ് മെഷർ ചെയ്യുക. ലൈൻസ് ആൻഡ് ആ ആംഗിൾസ് ആണ് നമ്മൾ മെഷർ ചെയ്യുക. ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് ട്രയാങ്കിൾസ് or instead of dividing the plot into triangles, we are doing the survey with the help of connected lines. ആ ലൈൻസിന്റെ ലെങ്ത്തും ആംഗിളും മാത്രമേ നമുക്ക് ഇവിടെ വേണ്ടുള്ളൂ. ട്രയാങ്കുലേഷൻ ആയിരുന്നെങ്കിൽ നമ്മൾ ഈ പ്ലോട്ടിനെ കുറെ ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ ട്രയാങ്കിൾസിന്റെ സൈഡ് വെച്ചിട്ടാണ് നമ്മളിത് വരച്ചെടുക്കുന്നത്. ആൻഡ് ട്രാവേഴ്സ് സർവേ ഇങ്ങനെ ഉണ്ടാവും. സീരീസ് ഓഫ് കണക്റ്റഡ് ലൈൻസ് അല്ലേ, ABCDEFG. ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ സർവേ ചെയ്യുന്നത്. സാധാരണ റിവർ അല്ലെങ്കിൽ റോഡിന്റെ ഒക്കെ ലോങ്ജിറ്റ്യൂഡിനൽ സെക്ഷൻ എടുക്കുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഡ്രോയിങ് ആണ് നമുക്ക് വേണ്ടി വരിക. അപ്പൊ ഇങ്ങനെയും നമ്മൾ എന്ത് ചെയ്യും, ട്രാവേഴ്സിങ് ചെയ്യും. സോ അപ്പൊ ഈ രണ്ട് ഫിഗറും വെച്ച് നമുക്ക് പെട്ടെന്ന് മെത്തഡ് ഓഫ് ട്രാവേഴ്സ് സർവേ പറയാം. മെത്തഡ്സ് അല്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാവേഴ്സ്. There are two types of traverse, closed traverse and open traverse. Closed traverse എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതാണ് ക്ലോസ്ഡ് ട്രാവേഴ്സ്, ഇതാണ് ഓപ്പൺ ട്രാവേഴ്സ്. ഇവിടെ നമ്മൾ സർവേ A എന്ന് പറയുന്ന പോയിന്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഈസ് എൻഡിങ് അറ്റ് A itself. അപ്പോൾ ഒരു പോയിന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതും ആ പോയിന്റിലേക്ക് തന്നെ എൻഡ് ചെയ്യുന്നതായിട്ടുള്ള സർവേ ആണ് അല്ലെങ്കിൽ ട്രാവേഴ്സ് ആണ് നമ്മൾ ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കുക, നമ്മൾ A എന്ന് പറയുന്ന പോയിന്റാണ് സർവേ സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ ഇറ്റ് ഈസ് എൻഡിങ് അറ്റ് G, ഇറ്റ് ഈസ് എൻ അൺനോൺ പോയിന്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, G ഈസ് അൺനോൺ. അങ്ങനെയാണെങ്കിൽ സച്ച് ട്രാവേഴ്സ് ഇസ് നോൺ ആസ് ഓപ്പൺ ട്രാവേഴ്സ്. ഒരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ തന്നെ എൻഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ക്ലോസ്ഡ് ട്രാവേഴ്സ്. ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്ത് വേറൊരു പോയിന്റിൽ എൻഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓപ്പൺ ട്രാവേഴ്സ് പ്രൊവൈഡഡ് G ഈസ് അൺനോൺ ടു അസ്. അതെന്തിനാ പറയുന്നത് വെച്ചാൽ ഇപ്പൊ G നമുക്ക് ഓൾറെഡി അറിയാം. അതായത് നമ്മൾ A എന്ന് പറയുന്ന പോയിന്റിൽ സർവേ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ G എന്ന് പറയുന്ന പോയിന്റ് ഓൾറെഡി നമ്മൾ A2 ഷീറ്റിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് സർവേ ഇസ് എൻഡിങ് അറ്റ് G. ഈ നോൺ പോയിന്റ് ജിയിലാണ് എൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ എ ക്ലോസ്ഡ് ട്രാവേഴ്സ്. ഇപ്പൊ ക്ലോസ്ഡ് ട്രാവേഴ്സ് ആകാനുള്ള കണ്ടീഷൻ എന്താ, ഒരു പോയിന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം, ആ പോയിന്റ് തന്നെ എൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു പോയിന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം, ഒരു നോൺ പോയിന്റിൽ എൻഡ് ചെയ്യണം. അങ്ങനെയുള്ള ട്രാവേഴ്സിന് നമ്മൾ ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്ന് പറയാം. ഈ ഫ്രെയിം വർക്കിനാണ് കേട്ടോ നമ്മൾ ട്രാവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ABCDE എന്ന് പറയുന്ന പോളിഗൺ അല്ലെങ്കിൽ ABCDEFG എന്ന് പറയുന്ന ഈ കണക്റ്റഡ് ലൈൻസ്, ഇതിനാണ് നമ്മൾ ട്രാവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലോസ്ഡ് ആണെന്ന് പറയാം. ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ് എ പോയിന്റ് ആൻഡ് ends at the same point ആണെങ്കിൽ ഇറ്റ് ഈസ് ക്ലോസ്ഡ് ട്രാവേഴ്സ്. ഓപ്പൺ ട്രാവേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴാണ്, ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യും, ഒരു ഡിഫറെന്റ് പോയിന്റിൽ എൻഡ് ചെയ്യും, പ്രൊവൈഡഡ് ദാറ്റ് ലാസ്റ്റ് പോയിന്റ് ഈസ് അൺനോൺ ടു us. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രാവേഴ്സ്. നൗ ഇത് എപ്പോഴാണ് നമ്മൾ ട്രാവേഴ്സ് സർവേ എംപ്ലോയ് ചെയ്യുക? സാധാരണ നമ്മളൊരു പ്രിസിഷൻ സർവേക്കൊക്കെ ട്രയാങ്കുലേഷൻ ആണ് യൂസ് ചെയ്യുക. ട്രാവേഴ്സ് സർവേ യൂസ് ചെയ്യുക എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രിസിഷൻ സർവേ ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ ഡീറ്റെയിൽസ്, ആ ബൗണ്ടറിയുടെ ഉള്ളിലത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനത്തെ ഇതിൻ്റെ പുറത്ത് നമ്മളൊരു ബൗണ്ടറി ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ ഡീറ്റെയിൽസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റൂട്ട് സർവേയിൽ ഒക്കെയാണ് നമ്മൾ ഈ ട്രാവേഴ്സ് സർവേ എംപ്ലോയ് ചെയ്യുന്നത്. ഓക്കെ,
Now we are going to discuss different methods of traversing. അപ്പോൾ നമ്മൾ ട്രാവേഴ്സിങ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ ആ ഫ്രെയിംവർക്ക് ട്രാവേഴ്സിന് നമ്മൾ ക്ലോസ്ഡ് ട്രാവേഴ്സും ഓപ്പൺ ട്രാവേഴ്സിനും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞു. ദെൻ ഇനി എങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രാവേഴ്സ് സർവേ ചെയ്യുക, മെത്തഡ്സ് ഓഫ് ട്രാവേഴ്സിംഗ് ആണ് പറയുന്നത്. മെത്തഡ്സ് ഓഫ് ട്രാവേഴ്സിംഗ്. Methods of traversing. Methods of traversing. Methods are chain method. Second method is chain and compass method. Third method is fast needle method. And fourth one is plane table method. Okay. അപ്പോൾ ആദ്യത്തെ നമുക്ക് പറയാം, അതായത് നമ്മൾ ഈ മെത്തഡ് ഓഫ് ട്രാവേഴ്സിംഗ് നമ്മൾ ഡിഫറെൻറ്റ് മെത്തഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമ്മൾ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ട്രാവേഴ്സ് അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. ചെയിൻ ട്രാവേഴ്സിംഗിൽ നമ്മൾ ചെയിൻ ആൻഡ് ടേപ്പ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. Chain and compass നമ്മൾ length is measured using chain and angle is measured using compass. And fast needle method we are employing theodolite and tape. And plane table method we are using plane table for locating points on traverse. Okay, നമുക്ക് ഫസ്റ്റ് മെത്തേഡ് പറയാം. ചെയിൻ മെത്തേഡ്. ചെയിൻ മെത്തേഡിൽ നമ്മൾ ചെയിൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എന്തിന്? നമ്മുടെ ബൗണ്ടറി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ നമുക്കൊരു പോണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ പോണ്ടിൻ്റെ ബൗണ്ടറി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണം. നമ്മളൊരു റെക്റ്റാങ്കിൾ ആയിട്ടാണ് നമ്മൾ ആ ബൗണ്ടറി എടുക്കുന്നത്. ഈ പോണ്ട് അതിനെ നമ്മൾ റെക്റ്റാങ്കുലർ ബൗണ്ടറി ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇങ്ങനെയാണ് അതിൻ്റെ ബൗണ്ടറി എന്ന് വിചാരിക്കാം. നമ്മൾ പ്ലോട്ടിൽ പോയിട്ട് കുറേ മെഷർമെൻറ്റ്സ് എടുക്കും. എന്നിട്ട് നമുക്ക് വീട്ടിൽ വന്നിട്ട് അത് വരച്ചെടുക്കണം. അതെങ്ങനെയാണ് ചെയ്യുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതാണ് ചെയിൻ ട്രാവേഴ്സിങ്ങിനെ നമുക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. നമ്മൾ പ്ലോട്ടിൽ പോയി എടുത്ത മെഷർമെൻറ്റ് വീട്ടിൽ വന്നിട്ട് എങ്ങനെ വരയ്ക്കും എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബൗണ്ടറി വേണ്ട. നമുക്ക് ഇതിൻ്റെ 4 കോർണേഴ്സ്, ഈ പോണ്ടിൻ്റെ 4 കോർണേഴ്സ് അറിയാം. A, B, C, D. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചെയിൻ എലോങ് AB ലേ ചെയ്യും. AB എന്നുള്ള ആദ്യത്തെ ലൈൻ നമുക്ക് വരയ്ക്കാൻ ഒരു പ്രശ്നമില്ല, ഏത് ഡയറക്ഷനിലേക്കും വരയ്ക്കാം. രണ്ടാമത്തെ ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? ഈ AB-നെ വെച്ച് നോക്കുമ്പോൾ BCയുടെ ഡയറക്ഷൻ എന്താണ്, ആ റെഫറൻസ് നമുക്ക് അറിയണം, ഈ ആംഗിൾ അറിയണം, എന്തെങ്കിലുമൊക്കെ അറിയണം, എന്നാലും നമുക്ക് BC എന്ന് പറയുന്ന ലൈൻ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ മെഷർ ചെയ്യാൻ ഒരു ഇൻസ്ട്രുമെൻറ്റും ഇല്ല, ചെയിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ BC ലൈനിൽ അതും ഈ AB എന്ന് പറയുന്ന ലൈൻ നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ ഇതിൽ ഒരു പോയിന്റ് A1 ആണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ആ പോയിന്റ് A1 മാർക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ BC എലോങ് നമ്മൾ എന്ത് ചെയ്യും? ചെയിൻ ഇടും. എലോങ് BC നമ്മൾ ചെയിൻ ഇടും. എന്നിട്ട് ഈ ചെയിനിൽ ഇവിടെ ഒരു പോയിന്റ് B1 ആയിക്കോട്ടെ, ഒരു പോയിന്റ് എടുക്കും. എന്നിട്ട് ഈ B എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കും, A1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നാൽ നമ്മുടെ അടുത്ത് ഈ ഡ്രോയിങ് ഷീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ C എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണെന്ന് നമുക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ AB എന്ന് പറയുന്ന ലൈൻ ആദ്യം വരച്ചു. എന്നിട്ട് അതിൽ നമ്മുടെ A1 എന്ന് പറയുന്ന പോയിന്റ് 5 സെൻറ്റിമീറ്റർ അങ്ങോട്ട് ഡിസ്റ്റൻസിലാണ് ഈ A1 എടുത്തതെന്ന് വിചാരിക്കാം. ദെൻ ആ A1 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു ആ ലൈനിൽ. ഇനി നമുക്ക് C എവിടെയാണെന്ന് നമുക്കറിയില്ല, C എവിടെയെങ്കിലും ഒക്കെ ആവാം, നമ്മളത് വരക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി B-ന്ന് ഈ B1-ലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മൾ കോമ്പസ് എടുത്തിട്ട് B-ന്ന് B1-ലേക്കുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ട് ഒരു ആർക്ക് വരും. അതേപോലെ A1 നമ്മൾ B1-ലേക്ക് ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ വീണ്ടും ഇവിടെ നമ്മൾ കോമ്പസ് വെച്ചിട്ട് അവിടെ നിന്നും ആർക്ക് വരും. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഇന്റർസെക്ഷൻ ആയിരിക്കും എന്ത്? B1 എന്ന് പറയുന്ന പോയിന്റ്. അപ്പം ഈ ഡയറക്ഷൻ നമുക്ക് കിട്ടി, B1 കിട്ടി. അത് സിയിൽ മീറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ BC ഡിസ്റ്റൻസ് നമ്മൾ ചെയിനോട് മെഷർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഡിസ്റ്റൻസും മാർക്ക് ചെയ്താൽ നമുക്ക് C എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ BC ലൈനിൽ നമ്മൾ C1 എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുക, ഒരു 5 സെൻറ്റിമീറ്റർ അങ്ങാണ് ഡിസ്റ്റൻസിൽ.
അതേപോലെ നമ്മൾ ഫീൽഡിൽ നിന്ന് ചെയിന് സി ഡിയിലേക്ക് ഇടുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് D1 എസ്റ്റാബ്ലിഷ് ചെയ്യുക. എന്നിട്ട് C1 നിന്ന് D1ലേക്കുള്ള ഡിസ്റ്റൻസും C നിന്ന് D1ലേക്കുള്ള ഡിസ്റ്റൻസും മെഷർ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നാൽ നമുക്ക് ഈ D ഇവിടെയാണെന്ന് അറിയില്ല. നമ്മൾ എന്ത് ചെയ്യും, നമുക്കിപ്പോൾ AB BC നമ്മൾ വരച്ചു. എങ്ങനെ വരച്ചു? AB എന്ന ലൈനിൽ A1 എടുത്തു. A1 നിന്ന് B1ലേക്കുള്ള ഡിസ്റ്റൻസും B നിന്ന് B1ലേക്കുള്ള ഡിസ്റ്റൻസും നമ്മൾ ആർക്ക് വരച്ച് B1 എന്ന് പറയുന്ന പോയിന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ BCയുടെ ഡയറക്ഷൻ നമുക്ക് കിട്ടി. ഓൾറെഡി നമുക്ക് ലെങ്ത് അറിയായിരുന്നു. ആ ലെങ്ത് നമ്മൾ സ്കെയിൽ വെച്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് C എന്ന് പറയുന്ന പോയിന്റും കിട്ടി. ഇത് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് D വരക്കണമെങ്കിൽ നമുക്ക് C1 നിന്ന് D1ലേക്കുള്ള ഡിസ്റ്റൻസ് അറിയാം. അതേപോലെ C നിന്ന് D1ലേക്കുള്ള ഡിസ്റ്റൻസും അറിയാം. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ കിട്ടി. ഇനി CD എന്ന് പറയുന്ന ലെങ്ത് നമ്മൾ ഓൾറെഡി ഫീൽഡിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലെങ്ത്തും മാർക്ക് ചെയ്ത് D കിട്ടും. ദെൻ എയും ഡിയും കണക്ട് ചെയ്യാം. ഇങ്ങനെയാണ് ചെയിൻ മാത്രം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയറക്ഷൻ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആദ്യം AB ഡയറക്ഷനിൽ നമ്മൾ ചെയിൻ ഇട്ടു. അതിൽ A1 എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. എത്രയെങ്കിലും ഒരു ഡിസ്റ്റൻസ്, നമുക്കൊരു നോൺ ഡിസ്റ്റൻസ് അകലെ. എന്നിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, BC ഡയറക്ഷനിൽ ഫീൽഡിൽ ചെയ്തിട്ട സമയത്ത് ആ BC ലൈനിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ പോയിന്റിലേക്ക് B എന്നുള്ള ഡിസ്റ്റൻസ് എടുത്തു, A1 എന്നുള്ള ഡിസ്റ്റൻസ് എടുത്തു. എന്തിനാന്ന് വെച്ചാൽ രണ്ട് ഡിസ്റ്റൻസ് നമുക്ക് ഉണ്ടെങ്കിൽ ആ രണ്ടിന്റെ ഇന്റർസെക്ഷൻ പോയിന്റ് ആയിരിക്കും B1. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു, AB വരച്ചതിന് ശേഷം B ന്ന് B1ലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്ത് ആർക്ക് വരച്ചു, A1 നിന്ന് B1ലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്ത് ആർക്ക് വരച്ചു. അത് രണ്ടും കണക്ട് ചെയ്താൽ നമുക്ക് BC ലൈനിന്റെ ഡയറക്ഷൻ കിട്ടും. ഓൾറെഡി നമ്മൾ ചെയിൻ യൂസ് ചെയ്തിട്ട് BCന്റെ ലെങ്ത് മെഷർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ലൈനിൽ BCയുടെ ലെങ്ത് നമ്മൾ സ്കെയിൽ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്താൽ C എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. അത് എല്ലാ സ്റ്റേഷനിലും റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ചെയിൻ മെത്തേഡ്. നെക്സ്റ്റ് ഈസ് ചെയിൻ ആൻഡ് കോമ്പസ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ഇസ് ചെയിൻ ആൻഡ് കോമ്പസ്. ഇത് എളുപ്പമാണ്. ചെയിൻ ആൻഡ് കോമ്പസ് നമുക്ക് ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടി ആംഗിൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കോമ്പസ് ഉണ്ട് അല്ലേ കയ്യിൽ. ഇപ്പം നമുക്ക് A എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പം ആദ്യം നമുക്ക് അതിൽ ടേപ്പും ഉണ്ട്, ചെയിനും ഉണ്ട്, കോമ്പസും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫീൽഡിൽ പോയിട്ട് നമ്മൾ കോമ്പസ് വെച്ചിട്ട് നോർത്ത് ഡയറക്ഷൻ കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ A എന്ന് പറയുന്ന പോയിന്റാണ് കേട്ടോ കോമ്പസ് കൊണ്ട് വെക്കുന്നത്. അവിടുന്ന് ഞാൻ നിങ്ങളെ നോക്കുന്ന ഡയറക്ഷനിലേക്കാണ് നോർത്ത് എങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് നോക്കും. ദെൻ ഇങ്ങനെ നോക്കി നമ്മൾ നമ്മളെ പോയിന്റ് Bയിലേക്ക് നമ്മൾ സൈറ്റ് ചെയ്യും. Bയിലേക്ക് സൈറ്റ് ചെയ്താൽ ആ ആംഗിൾ ഇവിടെ ഇങ്ങനെ, അതായത് ഞാൻ നോർത്ത് നിങ്ങളെ നോക്കി നിൽക്കുകയാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, കോമ്പസ് നോർത്ത് ഇങ്ങോട്ടാണുള്ളത്, നിങ്ങളുടെ ഡയറക്ഷനിലേക്കാണുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, കോമ്പസ് മെല്ലെ അടുത്ത പോയിന്റ് Bയിലേക്ക് റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ആംഗിൾ ആയിരിക്കും നമ്മുടെ കോമ്പസിൽ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷൻ കോമ്പസിൽ കാണിച്ച ആംഗിൾ തീറ്റ ആണെങ്കിൽ അതിവിടെ മാർക്ക് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം നമ്മൾ ചെയിൻ യൂസ് ചെയ്തിട്ട് ഈ Aയും Bയും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. നമുക്ക് AB എന്ന് പറയുന്ന ലൈൻ കിട്ടിയില്ലേ. ഇനി എന്ത് ചെയ്യുക, B എന്ന് പറയുന്ന പോയിന്റ്, ഇനി അടുത്ത പോയിന്റിലേക്ക് ഞാൻ മാറി നിന്നു. B എന്ന് പറയുന്ന പോയിന്റ് അഗെയിൻ നമ്മൾ അവിടെ മാഗ്നറ്റിക് നോർത്തിലേക്ക് സൈറ്റ് ചെയ്തു. അവിടുന്ന് C എന്ന് പറയുന്ന പോയിന്റിലേക്ക് നോക്കി. അപ്പോൾ C എന്ന് പറയുന്ന പോയിന്റിന്റെ ആംഗിൾ നമുക്ക് θ2 കിട്ടി. അങ്ങനെ ഓരോ സ്റ്റേഷനിലും നമ്മൾ മാഗ്നറ്റിക് മെറിഡിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇതിനടുത്ത പോയിന്റിലേക്ക് പോവുക. അതാണ് ചെയിൻ ആൻഡ് കോമ്പസ് മെത്തേഡ്. എളുപ്പമുള്ള മെത്തേഡാണ്. ഇവിടെ കോമ്പസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളിതിനെ ലൂസ് നീഡിൽ മെത്തേഡ് എന്നാണ് പറയുക. ലൂസ് നീഡിൽ മെത്തേഡ്. ഈ എക്സാമിൽ നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലൂസ് നീഡിൽ മെത്തേഡ് ആൻഡ് ഫാസ്റ്റ് നീഡിൽ മെത്തേഡ് എന്നൊക്കെ പറയും. ലൂസ് നീഡിൽ മെത്തേഡ് എന്ന് പറയുന്നത് ചെയിനും കോമ്പസും യൂസ് ചെയ്യുന്ന ട്രാവേഴ്സിങ്ങിനാണ്. ഫാസ്റ്റ് നീഡിൽ മെത്തേഡ് എന്ന് പറയുന്നത് തിയോഡലൈറ്റ് യൂസ് ചെയ്യുന്ന മെത്തേഡിനാണ്. അപ്പോൾ ഈ നിങ്ങൾ ഓർത്താൽ മതി, കോമ്പസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതിൻ്റെ നിങ്ങൾ സർവേ ചെയ്തിട്ടുണ്ടാവും. കോമ്പസിന്റെ ഗ്രാജുവേറ്റ് സർക്കിൾ ഫ്രീ ടു മൂവ് ആണ് അല്ലേ. തിയോഡലൈറ്റിന്റെ അങ്ങനെയാണോ? അല്ലല്ലോ. നമ്മൾ അപ്പർ ക്ലാമ്പ് ഒക്കെ ലൂസ് ചെയ്തിട്ട് വേണം അതിന്റെ ആംഗിൾ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും ഇല്ലാണ്ട് വെറുതെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് കോമ്പസിലെ ഗ്രാജുവേറ്റഡ് സർക്കിൾ. അപ്പോൾ അതിന് നമ്മൾ ലൂസ് നീഡിൽ എന്ന് പറയും. തിയോഡലൈറ്റ് ആകുമ്പോൾ ടൈറ്റ് ആണ്, നമ്മൾ സ്ക്രൂ ഒക്കെ ലൂസ് ചെയ്തിട്ടാണ് അതിന്റെ ആംഗിൾ മാറ്റുന്നത്. സച്ച് ടൈപ്പ് ഓഫ് ട്രാവേഴ്സിംഗ് ഈസ് നോൺ ആസ് ഫാസ്റ്റ് നീഡിൽ ട്രാവേഴ്സിംഗ്. അതാണ് അടുത്തത്. ഓക്കെ, മൂന്നാമത്തെ. Then next is fast needle method. Fast needle method or ഇതിലൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് തിയോഡലൈറ്റ് ആണ്. ഫാസ്റ്റ് നീഡിൽ മെത്തഡിൽ വി ആർ യൂസിങ് തിയോഡലൈറ്റ്. 3 മെത്തേഡ് ഉണ്ട് ഫാസ്റ്റ് നീഡിൽ മെത്തഡിന്. ബൈ ട്രാൻസിറ്റിംഗ്,
by transiting, without transiting, and by back bearing. Back bearing. Back bearing. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ബൈ ട്രാൻസിറ്റിംഗ്, ട്രാവേഴ്സിങ് ബൈ ട്രാൻസിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഫാസ്റ്റ് നീഡിൽ മെത്തേഡിന് ഒരു പ്രത്യേകതയുണ്ട്. ലൂസ് നീഡിൽ മെത്തേഡിൽ നമ്മൾ ലൂസ് നീഡിൽ മെത്തേഡിൽ എല്ലാ പോയിന്റിലും എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് മെറിഡിയൻ വരയ്ക്കുന്നുണ്ട് അല്ലേ. ഈ ഫാസ്റ്റ് നീഡിൽ മെത്തേഡിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റേഷനിൽ മാത്രമേ മാഗ്നറ്റിക് മെറിഡിയൻ വരയ്ക്കുള്ളൂ. ബാക്കി എല്ലാ സ്റ്റേഷനിലും ഈ ഫസ്റ്റ് സ്റ്റേഷനിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത മാഗ്നറ്റിക് മെറിഡിയനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ലൈൻസ് വരയ്ക്കുന്നത്. പറയാം, നമുക്ക് പി എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ നമുക്ക് തിയോഡലൈറ്റ് മാത്രമല്ല അതിൻ്റെ കൂടെ ഒരു കോമ്പസും കൂടെ കൂടെ ആവശ്യമുണ്ട്. നമ്മൾ തിയോഡലൈറ്റ് വെച്ച് തിയോഡലൈറ്റ് ഫിറ്റ് ചെയ്ത് കോമ്പസ് ഉണ്ടാവും. അപ്പോൾ തിയോഡലൈറ്റ് വെച്ച് അതിലെ കോമ്പസ് എന്ത് ചെയ്യും, നോർത്തിലേക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കോമ്പസ് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം നമ്മൾ ടെലിസ്കോപ്പ് ഈ നോർത്തിലേക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പൊസിഷനിലേക്ക് നോക്കും നമ്മൾ ടെലിസ്കോപ്പിലൂടെ. എന്നിട്ട് എന്ത് ചെയ്യും, ആ പൊസിഷനിൽ നമ്മൾ തിയോഡലൈറ്റിൽ ആംഗിൾ 0 സെറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ആ ഫസ്റ്റ് ലൈൻ PQ എന്ന് പറയുന്ന ലൈനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തിയോഡലൈറ്റിലെ ആംഗിൾ മാറി. അതെന്തായി, ഈ PQ ലൈനിൻ്റെ ബിയറിംഗ് ആയി. അപ്പോൾ നമുക്ക് PQ ലൈൻ കിട്ടി. ആദ്യം നമ്മൾ നോർത്ത് ലൈനിൽ 0 സെറ്റ് ചെയ്തിട്ട് PQയിലേക്ക് തിരിച്ചപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈനിൻ്റെ ബിയറിംഗ് θ1 കിട്ടി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇൻസ്ട്രുമെൻ്റ് എടുത്തിട്ട് Qയിലേക്ക് കൊണ്ടുവെക്കാം. ഞാൻ പറയുന്നത് ഫാസ്റ്റ് നീഡിൽ മെത്തേഡ് ബൈ ട്രാൻസിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ Qയിൽ കൊണ്ടുവെക്കാം. Qയിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആംഗിൾ ഒന്നും മാറ്റുന്നില്ല. Qയിൽ കൊണ്ടുപോയിട്ട് ഇതിപ്പോൾ ഞാൻ Qയിലാണ് നിൽക്കുന്നതെന്ന് വരിക, നിങ്ങളാണ് P എന്ന് വിചാരിക്കാം. Qയിൽ ഞാൻ ഇൻസ്ട്രുമെന്റ് കൊണ്ടുവച്ചു, ആംഗിൾ ഒന്നും മാറ്റാണ്ട് ഞാൻ നിങ്ങളെ നോക്കുകയാണ്. അപ്പോൾ നമ്മളെ തിയോഡലൈറ്റ് ഇങ്ങനെ ഈ ഡയറക്ഷനിലാണ് ഉള്ളത്. ഇപ്പോൾ QP ഡയറക്ഷനിലാണ് നമ്മുടെ ടെലിസ്കോപ്പ് ഉള്ളത്, ആംഗിൾ ഒന്നും മാറ്റിയിട്ടില്ല. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ടെലിസ്കോപ്പ് ട്രാൻസിറ്റ് ചെയ്യാം. ടെലിസ്കോപ്പ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ, അത് 180 ഡിഗ്രിയിൽ നേരെ തിരിക്കുക, അതാണ് ട്രാൻസിറ്റിംഗ്. ഓക്കെ, ഇങ്ങനെയായിരുന്നു QP ഡയറക്ഷനിലായിരുന്നു നമ്മുടെ തിയോഡലൈറ്റ് ഉണ്ടായിരുന്നത്. തിയോഡലൈറ്റിൻ്റെ ടെലിസ്കോപ്പ് അത് നമ്മൾ നേരെ തിരിച്ച് 180 ഡിഗ്രി തിരിച്ച് ഇങ്ങനെ വെച്ചു. അപ്പം നമ്മൾ തിയോഡലൈറ്റ് ഈ ഡയറക്ഷനിലാക്കാണ് നോക്കുന്നത്. ആംഗിൾ എന്തെന്നെ, ഈ θ1 തന്നെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ടെലിസ്കോപ്പ് അടുത്ത Rലേക്ക് റൊട്ടേറ്റ് ചെയ്യും. R എന്ന് പറയുന്ന പോയിന്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യുന്നാൽ ഇത്രയും ആംഗിളും കൂടെ അതിൻ്റെ കൂടെ ആഡ് അപ്പ്. അപ്പോൾ ഇത്ര ടോട്ടൽ ഇത്ര ആംഗിൾ അതിൻ്റെ കൂടെ ആഡ് അപ്പ്. അതിന് നമുക്ക് θ2 എന്ന് വിളിക്കാം. ഓക്കെ, θ ആയിരുന്നു അവിടെയുള്ള ആംഗിൾ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ Rലേക്ക് തിരിച്ചപ്പോൾ ഈ ആംഗിളും കൂടെ അതിൻ്റെ കൂടെ ആയി. അപ്പോൾ ടോട്ടൽ ആംഗിൾ നമുക്ക് θ2 കിട്ടി. θ2 എന്ന് പറഞ്ഞാൽ ഈ മാഗ്നറ്റിക് മെറിഡിയനിൽ എന്താ QR വരെയുള്ള ആംഗിളാണ് θ2. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതേ സാധനം കൊണ്ടുപോയിട്ട് Rൽ വെക്കുക. എന്നിട്ട് Qയിലേക്ക് നോക്കാം. ഇപ്പം നമ്മൾ ടെലിസ്കോപ്പ് RQയിലേക്ക് നോക്കി നിൽക്കുകയാണേ. നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഇതിനെ നേരെ റൊട്ടേറ്റ് ചെയ്യുക വെർട്ടിക്കൽ പ്ലെയിനിൽ. അപ്പോൾ നമ്മൾ തിയോഡലൈറ്റ് ഇങ്ങോട്ടേക്ക് നോക്കി നിൽക്കുകയാണ്. ആംഗിൾ എന്താണ്, θ2 ആണ് ആംഗിൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അടുത്ത പോയിന്റിലേക്ക് നോക്കുക. PQR Sലേക്ക് നോക്കുക. Sലേക്ക് നോക്കിയാൽ വീണ്ടും ഇത്രയും ആംഗിൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത്, അപ്പോൾ ടോട്ടൽ ഇതാ ഇത്രയും ആംഗിൾ ആഡ് ആയി θ3. ഓക്കെ, ആഡഡ് ആയി എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇതിൻ്റെ വെർട്ടിക്കൽ സർക്കിൾ ഉണ്ടാവില്ലേ, ആദ്യം നമ്മൾ θ1 ആയിരുന്നു റീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ Qയിൽ വെച്ചപ്പോൾ കുറച്ച് ആംഗിളും കൂടെ കൂടി, അപ്പോൾ θ2 കിട്ടി നമുക്ക്. പിന്നെ തിരിച്ചപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചുകൂടെ കൂടി, അപ്പോൾ θ3 കിട്ടി. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ട്രാൻസിറ്റിംഗ് വഴി എന്ത് ചെയ്യുന്നത്, ട്രാവേഴ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ലെങ്ത് നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എവിടെ എടുക്കുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ ലെങ്ത് നമ്മൾ ചെയിനോ ടേപ്പോ വെച്ചിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയാണ് ഫീൽഡിൽ ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ പോയിട്ട് നമ്മളിതെങ്ങനെ വരയ്ക്കും, വീട്ടിൽ പോയാൽ P വരയ്ക്കാം, വേർട്ടിക്കൽ ഡയറക്ഷനിൽ നോർത്ത് കാണിക്കുക, അവിടുന്ന് θ1 ആംഗിൾ നമ്മൾ പ്രൊട്രാക്ടറിൽ എടുക്കുക, എന്നിട്ട് ആ ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈനിൻ്റെ ലെങ്ത് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് Q കിട്ടും. ദെൻ Qയിൽ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക, നോർത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക.
എന്നിട്ട് θ2 ആംഗിൾ പ്രൊട്ടാക്ടർ വെച്ചിട്ട് മെഷർ ചെയ്യുക, ലൈൻ വരയ്ക്കുക. ആ ലൈനിൻ്റെ ലെങ്ത് QR ലൈനിൻ്റെ ലെങ്ത് നമ്മൾ അറിയായിരിക്കും, അത് സ്കെയിലിൽ മാർക്ക് ചെയ്താൽ R കിട്ടും. അങ്ങനെ അങ്ങനെ വരച്ചു പോകും. ഓക്കെ, അതാണ് ബൈ ട്രാൻസിറ്റിങ്. ഇനി ഇവിടെ നോക്കുക, നമ്മൾ ഇങ്ങനെയുള്ള ഒരു ടെലിസ്കോപ്പ് ഇങ്ങനെ ആക്കുമ്പോൾ അവിടെ ഒരു 180 ഡിഗ്രി ചേഞ്ച് അല്ലേ വരുന്നത് ഡയറക്ഷനിൽ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാതെ, ട്രാൻസിറ്റ് ചെയ്യാതെ ജസ്റ്റ് ആംഗിൾ മെഷർ ചെയ്ത് പോവാം. എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് ഈ ട്രാൻസിറ്റ് ചെയ്യുന്നതിന് പകരം ആ 180 ഡിഗ്രി കറക്ഷൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനാണ് നമ്മൾ വിത്തൗട്ട് ട്രാൻസിറ്റിങ്, ട്രാവേഴ്സിങ് വിത്തൗട്ട് ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ QP എന്ന് പറയുന്ന ഡയറക്ഷനിൽ അലൈൻ ചെയ്തിട്ട് നമ്മൾ ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ലേ വന്നേ, അതായത് ഇങ്ങോട്ടുള്ള സാധനം അങ്ങോട്ടേക്കായി. അപ്പോൾ 180 ഡിഗ്രീൻ്റെ ഒരു ചേഞ്ച് ആണ് അവിടെ വന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ട്രാൻസിറ്റ് ചെയ്യുന്നതിന് പകരം ആ 180 ഡിഗ്രി ആംഗിൾ നമ്മൾ മാത്തമെറ്റിക്കലി ഇതിലേക്ക് കറക്ഷനായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ വിത്തൗട്ട് ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ ഈ ട്രാൻസിറ്റിങ്ങിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടെലിസ്കോപ്പിൽ നമ്മൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാണ്ട് ഡയറക്റ്റ് ആംഗിൾ മെഷർ ചെയ്ത് പോയിട്ട് ഓരോ പോയിന്റിലും ആ ആംഗിളിൻ്റെ 180 ഡിഗ്രി ആംഗിൾ കറക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന മെത്തഡാണ് ട്രാവേഴ്സിങ് വിത്തൗട്ട് ട്രാൻസിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു മെത്തഡും കൂടിയാണുള്ളത് ബൈ ബാക്ക് ബെയറിംഗ്. അപ്പോൾ ബാക്ക് ബെയറിംഗ് മെത്തഡ് നമുക്ക് അറിയണമെങ്കിൽ ആദ്യം ഫോർ ബെയറിംഗ് എന്താ, ബാക്ക് ബെയറിംഗ് എന്താ നമുക്ക് അറിയണം അല്ലേ. ഇപ്പോൾ ഫോർ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സർവേ ചെയ്യുമ്പോൾ ആംഗിൾ ടേക്കൺ ഇൻ ദി ഡയറക്ഷൻ ഓഫ് സർവേ, ABCDE ആ ഡയറക്ഷനാണ് നമ്മൾ സർവേ ചെയ്യുന്നതെങ്കിൽ ആ ഡയറക്ഷനിലേക്ക് മെഷർ ചെയ്യുന്ന ആംഗിൾസ് ആണ് നമ്മൾ ഫോർ ബെയറിംഗ് എന്ന് പറയാം. ദെൻ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്നത്, അതായത് BA എന്ന് പറയുന്ന ലൈനിൻ്റെ ബിയറിംഗ് അല്ലെങ്കിൽ CB എന്ന് പറയുന്ന ലൈനിൻ്റെ ബിയറിംഗ്, അങ്ങനെ റിവേഴ്സ് ഡയറക്ഷനിൽ എടുക്കുന്ന ആംഗിളിനാണ് നമ്മൾ ബാക്ക് ബെയറിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ട്രാവേഴ്സ് ചെയ്യുന്നത് സാധാരണ P എന്ന് പറയുന്ന പോയിന്റ് ഒക്കെ സാധാരണ പോലെയാണ്. നമ്മൾ മാഗ്നറ്റിക് മെറിഡിയനിലേക്ക് നോക്കി ദെൻ Qയിലേക്ക് നോക്കുക. അങ്ങനെയാണ് നമ്മൾ PQ ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. θ ആംഗിൾ കിട്ടി, Q എന്ന് പറയുന്ന ലൈൻ കിട്ടി. ഇനി Qയിലെത്തിയാലാണ് നമ്മുടെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. Qയിലെത്തി നമ്മൾ ഇവിടെ തിയോഡലൈറ്റ് സെറ്റ് ചെയ്തു. തിയോഡലൈറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ ഈ PQ ലൈനിൻ്റെ ബാക്ക് ബെയറിംഗ് സെറ്റ് ചെയ്യുക. അപ്പം നമ്മൾ തിയോഡലൈറ്റിൻ്റെ ടെലിസ്കോപ്പ് എന്താവും എന്ന് വെച്ചാൽ ടെലിസ്കോപ്പിലുള്ള ആംഗിൾ ഇതായിരിക്കും ടെലിസ്കോപ്പിലുള്ള ആംഗിൾ അല്ലേ. PQ ലൈനിൻ്റെ ബാക്ക് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് ആ QPയിലേക്കുള്ള ആംഗിൾ ആയിരിക്കുമല്ലോ. അപ്പോൾ അത്രയും ആംഗിൾ സെറ്റ് ചെയ്താൽ നമ്മുടെ തിയോഡലൈറ്റ് ഇപ്പം ഇത്രയും ആംഗിളാണ് റീഡ് ചെയ്യുക. PQ ലൈൻ നമ്മൾ സാധാരണ പോലെ എസ്റ്റാബ്ലിഷ് ചെയ്തു. Qയിലെത്തി നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ തിയോഡലൈറ്റിൻ്റെ ഈ മറ്റേ ഗ്രാജുവേറ്റ് സർക്കിളുള്ള അവിടെ പോയി അവിടുത്തെ ആംഗിൾ എന്താക്കി സെറ്റ് ചെയ്തു, നമ്മൾ QPൻ്റെ ബാക്ക് ബെയറിംഗ് ആയിട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാണ് ടു സൈറ്റ് R. നമ്മുടെ തിയോഡലൈറ്റ് ഇപ്പം ഇങ്ങനെയാണ് നിൽക്കുന്നത്, QP ഡയറക്ഷനിൽ അലൈൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ആംഗിൾസ് ബാക്ക് ബെയറിംഗ് ഓഫ് QP. എന്നിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യാണ്, Rൻ്റെ ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യാണ് ക്ലോക്ക് വൈസിൽ. അപ്പം എന്തായി, ഈ ഇത്രയും ആംഗിളിൽ നിന്ന് ഇത്രയും ആംഗിൾ എന്തായി, റെഡ്യൂസ്ഡ് ആയി അല്ലേ. ടോട്ടൽ ആംഗിളിൽ നിന്ന് ഇത്രയും ആംഗിൾ കുറഞ്ഞു. അപ്പം ബാക്കിയുള്ളത് എന്താണ്, ഈ QR ലൈനിൻ്റെ ബിയറിംഗ് അല്ലേ. ഞാൻ വേറൊരു പെണ്ണെടുത്ത് കാണിച്ചു തരണോ? ഓക്കെ, അതായത് ഇങ്ങനെയുള്ള തിയോഡലൈറ്റ് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്തു. അതായത് ഇത്രയും ആംഗിൾ അവിടെ റെഡ്യൂസ്ഡ് ആയി. അപ്പോൾ ബാക്കിയുള്ള ആംഗിൾ ഇതാ ഈ ആംഗിളാണ്. ഇത് QR എന്ന് പറയുന്ന ലൈനിൻ്റെ ആംഗിൾ അല്ലേ. അങ്ങനെ എല്ലാ സ്ഥലത്തും നമ്മൾ ബാക്ക് ബെയറിംഗ് സെറ്റ് ചെയ്തിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക ഫോർ സൈറ്റിംഗ് ദി നെക്സ്റ്റ് സ്റ്റേഷൻ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബൈ ബാക്ക് ബെയറിംഗ്
ട്രാവേഴ്സ് സെറ്റ് ചെയ്യുന്നത്. വരക്കൽ സാധാരണ പോലെ തന്നെ നമുക്ക് പി പറയുന്ന പോയിന്റ് അറിയാം, തീറ്റ ആംഗിൾ അറിയാം, പി ക്യൂ വരക്കുക, ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ എത്തി, ദെൻ ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ വരക്കുക, ദെൻ അവിടുന്ന് ഈ ക്യൂ ആർ ആംഗിൾ നമുക്ക് അറിയാം, അത് പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്യുക, ക്യൂ ആർ ലെങ്ത്തും അറിയാം, അങ്ങനെ ആർ കിട്ടും. അങ്ങനെ ഓരോ സ്റ്റേഷനിലും റിപ്പീറ്റ് ചെയ്യും. വരക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ. നമ്മൾ ആംഗിൾ എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, നമുക്കൊരു ഫോർത്ത് മെത്തേഡ് ഉണ്ടായിരുന്നു, പ്ലെയിൻ ടേബിൾ മെത്തേഡ്. അത് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനില്ല, ജസ്റ്റ് പ്ലെയിൻ ടേബിൾ നിങ്ങൾ മുന്നേ സർവേയിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്ലെയിൻ ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് ബോർഡ് പോലെയാണ്. ആ ഡ്രോയിങ് ബോർഡ് നമ്മൾ ഫീൽഡിൽ കൊണ്ടുവെക്കും. എന്നിട്ട് ആ ഫീൽഡിൽ കൊണ്ടുവച്ച് അതിനൊരു ട്രിപ്പ് ഒക്കെ ഉണ്ടാകും, അതിൻ്റെ മേലെ ഒരു ടേബിളാണ് ഉണ്ടാവുക. ദെൻ ആ ടേബിളിൻ്റെ മേലെ നമ്മൾ നമ്മുടെ A2 ഷീറ്റ് ഫിക്സ് ചെയ്യും. അപ്പോൾ ആദ്യം P എന്ന് പറയുന്ന പോയിന്റിലാണെങ്കിൽ നമ്മൾ അവിടെ നമ്മുടെ ഡ്രോയിങ് ബോർഡ് വെക്കും. ഡ്രോയിങ് ബോർഡ് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററൊക്കെ നമുക്ക് P എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യാൻ പറ്റും. P എന്ന് പറയുന്ന പോയിന്റാണല്ലോ നമ്മൾ കൊണ്ടുവെക്കുന്നത്. ആ സ്റ്റേഷൻ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യും, പ്ലംബിംഗ് ഫോർക്ക് എന്ന് പറയുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അതൊക്കെ വെച്ച് നമ്മൾ ഇതിൻ്റെ P എന്ന് പറയുന്ന പോയിന്റ് ഇതിൽ നമുക്ക് വരക്കാനാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അലിഡേഡ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവും പ്ലെയിൻ ടേബിളിൻ്റെ കൂടെ. അതായത് ഇങ്ങനെയാണ് ഉണ്ടാവുക, നമ്മൾ ഈ ഒരു സ്കെയില് പോലെയാണ് ഉണ്ടാവുക. ആ സ്കെയിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇവിടെയാണ് നമ്മൾ പ്ലെയിൻ ടേബിൾ ഉള്ളതെങ്കിൽ നമുക്ക് P എന്ന് പറയുന്ന പോയിന്റിൽ അതിൻ്റെ ഒരു എൻഡ് വെക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ സ്ലിറ്റിലൂടെ നോക്കിയാൽ നമുക്ക് അടുത്ത പോയിന്റ് സൈറ്റ് ചെയ്യാൻ പറ്റും. സൈറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിത് വരയ്ക്കാനും പറ്റും, ആ ഡയറക്ഷൻ. അങ്ങനെ നമ്മൾ അടുത്ത ലൈൻ വരയ്ക്കുക. അതിൻ്റെ ലെങ്ത് നമ്മൾ എന്തെങ്കിലും വെച്ച് മെഷർ ചെയ്യുക, ടേപ്പോ ചെയിനോ വെച്ച് അതിൻ്റെ ലെങ്ത് മെഷർ ചെയ്യുക. ദെൻ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ആ Q എന്ന് പറയുന്ന പോയിന്റിൽ പോയി, Q എന്ന് പറയുന്ന പോയിന്റിൽ പോകണ്ട, നമുക്ക് വേണമെങ്കിൽ ഈ P തന്നെ ചെയ്യാം. P തന്നെ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ സൈറ്റ് ചെയ്യുക, വരക്കുക. അങ്ങനെ എല്ലാ പോയിന്റിലും ഇത് റിപ്പീറ്റ് ചെയ്യുക. വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഈ പ്ലെയിൻ ടേബിളിൽ നമ്മൾ കോമ്പസ് വെച്ചിട്ട് ഓരോ പോയിന്റിലും നമ്മൾ ചേഞ്ച് ചെയ്തില്ലേ, അതേപോലെ ഓരോ പോയിന്റിലും മാഗ്നറ്റിക് മെറിഡിയൻ വെച്ച് ചെയ്യുക. നിങ്ങൾ ഓർക്കേണ്ട, ജസ്റ്റ് പ്ലെയിൻ ടേബിൾ ഇങ്ങനെയാണെന്ന് ഓർത്താൽ മതി. പ്ലെയിൻ ടേബിളാണ് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത്. ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇസ് പ്ലെയിൻ ടേബിൾ. അലിഡേഡ് വെച്ചിട്ട് നമ്മൾ ഓരോ ലൈനും ഡയറക്റ്റ് ആയിട്ട് വരച്ചെടുക്കുകയാണ് ഇൻ ദ ഫീൽഡ് ഇറ്റ് സെൽഫ്. അതാണ് പ്ലെയിൻ ടേബിൾ മെത്തേഡ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ദെൻ ഇങ്ങനെയൊന്നും ഇല്ലാണ്ട് നമുക്ക് വേറെയും മെത്തേഡ്സ് ഉണ്ട്. ബൈ മെഷറിങ് ഡയറക്റ്റ് ആംഗിൾ. ഇങ്ങനെ ബിയറിംഗ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ബിയറിംഗ് ഒക്കെ നമ്മൾ പണ്ടൊക്കെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആംഗിൾ മെഷർ ചെയ്യാം. ഇങ്ങനെയാണ് ബൈ മെഷറിങ് ഡയറക്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ, ഓക്കെ, ബൈ മെഷറിങ് ഡയറക്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ABCD എന്ന് പറയുന്ന ഒരു പ്ലോട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ABCD. അപ്പോൾ AB നമുക്ക് യൂഷ്വലി മാഗ്നറ്റിക് മെറിഡിയൻ വെച്ച് വരക്കാം. ദെൻ Bയിലെത്തി നമ്മൾ എന്ത് ചെയ്യുക, Cയിലേക്ക് സെലക്ട് ചെയ്യുക, എന്നിട്ട് അവിടെ 0 സെറ്റ് ചെയ്യുക. BC ഡയറക്ഷനിൽ 0 സെറ്റ് ചെയ്തിട്ട് അപ്പർ ക്ലാമ്പിൽ യൂസ് ചെയ്യുക, Aയിലേക്ക് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ആംഗിൾ കിട്ടും. അതേപോലെ Cയിലേക്ക് പോവാം. Cയിലേക്ക് പോയിട്ട് എന്ത് ചെയ്യുക, Dയിലേക്ക് 0 സെറ്റ് ചെയ്ത് നോക്കുക തിയോഡലൈറ്റിൻ്റെ. എന്നിട്ട് Bയിലേക്ക് നോക്കാം, നമുക്ക് ഈ ആംഗിൾ കിട്ടും. അങ്ങനെ ആ ഇൻക്ലൂഡഡ് ആംഗിൾ മെഷർ ചെയ്ത് പോവാം. അല്ലെങ്കിൽ നമുക്ക് ഡിഫ്ലക്ഷൻ ആംഗിൾ മെഷർ ചെയ്യാം. ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പാടായിരിക്കും, കുറച്ച് ഇറഗുലർ ആയിട്ട് വരക്കണം. ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ AB ലൈൻ നമ്മൾ സാധാരണ പോലെ വരക്കുക. എന്നിട്ട് BCയിലേക്ക് നോക്കുന്നത് നമ്മൾ വേണമെങ്കിൽ നമുക്ക് തിയോഡലൈറ്റ് BAയിലേക്ക്, അത് AB ലൈൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്നിട്ട് Bയിലേക്ക് തിയോഡലൈറ്റ് കൊണ്ടുപോയി. എന്നിട്ട് Aയിലേക്ക് നോക്കുക. എന്നിട്ട് അവിടെ 0 സെറ്റ് ചെയ്തിട്ട് ഈ പുറമേയുള്ള ആംഗിൾ മെഷർ ചെയ്യും. അതാണ് ഡിഫ്ലക്ഷൻ ആംഗിൾ മെത്തേഡ്. BAയിലേക്ക് ടെലിസ്കോപ്പ് വെച്ചിട്ട് അവിടെ 0 സെറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് അടുത്ത പോയിന്റിലേക്ക് നോക്കുക. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടും. എക്സ്റ്റേണൽ ആംഗിൾ ആണ്.
അതിനാണ് നമ്മൾ ഡിഫ്ലക്ഷൻ ആംഗിൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അങ്ങനെ നമുക്ക് സി എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും, സിയിൽ കൊണ്ടുവയ്ക്കും നമ്മുടെ തിയോഡലൈറ്റ്. സി ബിയിലേക്ക് നോക്കും, എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് സി ബിയിലേക്ക് നോക്കിയിട്ട് അവിടെ 0 സെറ്റ് ചെയ്യും. 0 സെറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ വന്ന് അടുത്ത സ്റ്റേഷൻ നോക്കും. അപ്പം ഈ ആംഗിൾ നമുക്ക് കിട്ടും. അങ്ങനെ പുറമേയുള്ള ആംഗിൾ മെഷർ ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ ബൈ ഡിഫ്ലക്ഷൻ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ട്രാവേഴ്സിംഗ് ബൈ ഡിഫ്ലക്ഷൻ ആംഗിൾ. ദിസ് ഇസ് ട്രാവേഴ്സിംഗ് ബൈ ഇൻക്ലൂഡഡ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെത്തേഡ്സ് ഓഫ് ട്രാവേഴ്സിംഗ്. ചെയിൻ മെത്തേഡ്, ചെയിൻ ആൻഡ് കോമ്പസ് മെത്തേഡ്, ആൻഡ് ഫാസ്റ്റ് നീഡിൽ മെത്തേഡ്, പ്ലെയിൻ ടേബിൾ മെത്തേഡ്. അതിൽ പ്ലെയിൻ ടേബിൾ ഒഴിച്ച് ബാക്കിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പ്രൊസീജിയർ പഠിക്കണം. പ്ലെയിൻ ടേബിൾ ജസ്റ്റ് ഒന്ന് എഴുതാൻ വേണ്ടി മാത്രം പഠിച്ചാൽ മതി. ദെൻ ബൈ മെഷറിംഗ് ഇൻക്ലൂഡഡ് ആംഗിൾ, ബൈ മെഷറിംഗ് ഡിഫ്ലക്ഷൻ ആംഗിൾ. ഇത്രയാണ് മെത്തേഡ്സ് ഓഫ് ട്രാവേഴ്സിംഗ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ട്രാവേഴ്സ് കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.